ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കളുടെ പ്രാതിനിധ്യം കുറവായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും LDFിലാണെങ്കിലും UDFിലാണെങ്കിലും യുവാക്കൾ നന്നേ കുറവായിരുന്നു എന്നുള്ള വലിയ ഒരു വിമർശനം യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം കേട്ടിട്ടുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഥവാ UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിന്റെ സ്ഥാനാർത്ഥി നിർണയം അത് നേരത്തെ കഴിഞ്ഞതാണ്. അതായത് ആരാണോ സിറ്റിംഗ് MPമാർ അവർ തന്നെ മത്സരിക്കുമെന്നുള്ള തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ആദ്യമേ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ യുവാക്കളെ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് കോൺഗ്രസ് ആദ്യമേ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ വളരെ വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വലിയ വിവാദങ്ങളേക്കെല്ലാം തന്നെ UDF നീങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഷമ മുഹമ്മദ് UDFിൽ തനിക്ക് പ്രാതിനിധ്യം നൽകിയില്ലെന്ന് ആരോപിച്ചുകൊണ്ടെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീ പ്രാതിനിധ്യം കുറവാണെന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ വിഷയങ്ങളൊക്കെല്ലാം തന്നെ UDFിന് പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെയും വലിയൊരു യുവത്വം കുറവാണ് എന്ന് കാണാൻ സാധിക്കും. വിരലിൽ എണ്ണാവുന്നവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ യുവ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയാണ്. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ LDFിലും UDFിലും അത്തരത്തിലുള്ള യുവാക്കളുടെ പ്രാതിനിധ്യം കുറവാണ്. ഇനി എന്തുകൊണ്ട് യുവാക്കളുടെ പ്രാതിനിധ്യം ഒരു തെരഞ്ഞെടുപ്പിൽ വേണം എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തമായ മറുപടി എന്ന് പറയുന്നത് 2019 ഇന്ത്യ ഒട്ടാകെ ഒരു തരംഗമുണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി തരംഗമായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറയുന്ന വലിയൊരു തരംഗം യഥാർത്ഥത്തിൽ 2019 ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ തരംഗം തന്നെ യഥാർത്ഥത്തിൽ കേരളത്തിൽ പോലും അലയടിച്ചിട്ടുണ്ടായിരുന്നു. ആ രാഹുൽ തരംഗത്തിൽ തന്നെയാണ് UDF 19ഓളം സീറ്റുകൾ നേടി വലിയ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 19 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു രാഹുൽ തരംഗമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ MP ആകുന്നു. അതിനെല്ലാം ഉപരി അല്ലെങ്കിൽ സർവോപരി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, ഒരു യുവാവ്, ഒരു യുവത്വം ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതീക്ഷ ഇക്കുറി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2024 എത്തുമ്പോൾ ആ ഒരു വലിയ പ്രതീക്ഷയൊന്നും തന്നെ ഇല്ല, ഇക്കുറി ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി LDFിലെയും UDFിലെയും അത്ര കണ്ട് തന്നെ പ്രായം ചെന്ന അത്രയധികം മുതിർന്ന നേതാക്കൾ ആരെല്ലാമാണെന്ന് പരിശോധിക്കാം. ആ പരിശോധനയിൽ തന്നെ വ്യക്തമാകുന്നതായിരിക്കും LDFിലെയും UDFിലെയും യുവത്വത്തിന്റെ കുറവ് എത്രമാത്രമുണ്ട് എന്ന്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 3 മുന്നണി സ്ഥാനാർത്ഥികളിൽ 53% പേരും 60 വയസ്സ് കഴിഞ്ഞുള്ളവരാണ്. UDF, LDF, NDA മുന്നണികളുടെ 60 സ്ഥാനാർത്ഥികളിൽ 32 പേർക്കും 60-ന് മുകളിലാണ് പ്രായം. കണ്ണൂരിൽ മത്സരിക്കുന്ന 3 പേരും 60 പിന്നിട്ടിട്ടുണ്ട്. K സുധാകരന് 75 വയസ്സാണ്, MV ജയരാജന് 63 വയസ്സാണ്, C രഘുനാഥിന് 67 വയസ്സാണ്. മത്സരിക്കുന്ന മുന്നണി സ്ഥാനാർത്ഥികളുടെ കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് അത് 38 വയസ്സാണ്. ആ 38 വയസ്സുള്ള 4 പേരാണ് ഇത്തവണ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് ആണ് അതിലെ ഒരാൾ എന്ന് പറയുന്നത്. മറ്റൊരാൾ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയാണ്. പത്തനംതിട്ടയിലാണ് അദ്ദേഹം NDAയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നത്. മറ്റൊരാൾ ML അശ്വിനിയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലാണ് അശ്വിനി വരുന്നത്. മറ്റൊരാൾ പ്രഫുൽ കൃഷ്ണനാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയാണ്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യുവാക്കളുടെ നിരയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 40 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹൈബീഡനാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ UDFിന്റെ സ്ഥാനാർത്ഥിയായ ഹൈബീഡനാണ്. 40 വയസ്സ് വരുന്നത്. V വസഫ്, മലപ്പുറം CA അരുൺകുമാർ എന്നിവർക്കും 40-നോട് തൊട്ടടുത്ത വയസ്സുകളിൽ തന്നെ ബാക്കി 2 പേരും നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇടുക്കിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 3 സ്ഥാനാർത്ഥികളും 60-ന് താഴെ പ്രായമുള്ളവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഡീൻ കുര്യാക്കോസിന് 42 വയസ്സാണ്, ജോയ്സ് ജോർജിന് 53 വയസ്സ്, സംഗീത വിശ്വനാഥിന് 47 വയസ്സ്. ബെന്നി ബെഹനാനാണെങ്കിലും തോമസ് ചാഴിക്കാടനാണെങ്കിലും MK രാഘവനാണെങ്കിലും TM തോമസ് ഐസക് ആണെങ്കിലും M അബ്ദുൽ സലാം ആണെങ്കിലും അവർക്കെല്ലാം തന്നെ 71 വയസ്സായി എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും എളമരം കരീം ആണെങ്കിലും 70 വയസ്സിലേക്ക് എത്തി എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. 70 വയസ്സ് വരെയുള്ള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. ഇനി 70-ന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. അത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രന് ഇപ്പോൾ 78 വയസ്സുണ്ട്. കൂടാതെ തന്നെ ET മുഹമ്മദ് ബഷീർ തൊട്ടു പിന്നാലെയുണ്ട്, 77 വയസ്സാണ്. K സുധാകരൻ 75 വയസ്സ്, MV ബാലകൃഷ്ണൻ 74 വയസ്സാണ്. കാസർഗോഡയിലെ LDF സ്ഥാനാർത്ഥിയാണ്.
എം വി ബാലകൃഷ്ണൻ. ഇനി ഇതിൻ്റെ എല്ലാം തന്നെ കൃത്യമായ തോത് പരിശോധിക്കുമ്പോൾ 70 വയസ്സിന് മുകളിലുള്ളത് 11 പേരാണ്, ഏകദേശം അത് 18% വരുന്നുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളത് 32 പേരാണ്, ഏകദേശം അത് 53% വരും. ഇനി അടുത്തത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്, അത് വരുന്നത് 50ഓളം പേർ വരുന്നുണ്ട്, 83%. അതേപോലെ തന്നെ 40 വയസ്സിൽ താഴെ നോക്കുമ്പോൾ അത് വെറും 12% മാത്രമാണ്, അതായത് ചുരുക്കം 7 പേർ മാത്രമാണ് 40 വയസ്സിൽ താഴെ വരുന്നത്. അതായത് കൃത്യമായി പരിശോധിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ, അതായത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പറ്റി പരിശോധിക്കുന്ന സാഹചര്യത്തിൽ 3 മുന്നണികളിൽ നിന്നും കേവലം 12% പേർ മാത്രമാണ്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 7 പേർ മാത്രമാണ് ഒരു യുവത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസരിപ്പോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ബാക്കിയുള്ള എല്ലാവരും തന്നെ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കളാണ് എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുതിർന്ന നേതാക്കളെ തന്നെ കളത്തിലിറക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റുത്തരം മാത്രമേ ഉള്ളൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും ഏറെ നിർണായകമാണ് എന്നുള്ളത്. അതായത് UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 19 സീറ്റുകളിൽ നിന്നും 20ലേക്ക് ഉയർത്തുക, 20ൽ 20ഉം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഇനി 20ൽ 20 സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും 19ൽ കുറയാത്ത, 15ൽ കുറയാത്ത ഒരു ഭൂരിപക്ഷമെങ്കിലും നേടുക എന്ന് പറയുന്നത് UDFിനെ സംബന്ധിച്ചിടത്തോളം അജണ്ട തന്നെയാണ്. ഇനി അത് 10ൽ നിന്ന് കുറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ UDFിന് വലിയ തരത്തിലുള്ള ഒരു മങ്ങലേൽക്കാനുള്ള സാധ്യതയുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. ഇനി LDFിനെ സംബന്ധിച്ചാണെങ്കിൽ LDF കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് LDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് എങ്ങനെയെങ്കിലും വലിയ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് തന്നെയാണ് LDFിൻ്റെ അഥവാ CPIMൻ്റെ ദേശീയ പാർട്ടി പദവി എന്നുള്ളതും. അതും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി NDA സംബന്ധിച്ചാണെങ്കിൽ NDA ഈ കുറി കേരളത്തിൽ 3 സീറ്റുകൾ തുറക്കുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 3 തുറക്കാൻ പറ്റിയില്ലെങ്കിലും 2എങ്കിലും തുറക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ കൃത്യമായ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം യഥാർത്ഥത്തിൽ ഈ ദക്ഷിണേന്ത്യയിൽ, ഈ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് NDA സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിജ്ഞ തന്നെയാണ്, വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പല തവണ അദ്ദേഹം കേരളം സന്ദർശിക്കുകയുണ്ടായിരുന്നു. പല റാലികളും റോഡ് ഷോകളെല്ലാം തന്നെ നടത്തുകയുണ്ടായിരുന്നു. കൃത്യമായ അജണ്ടയോടുകൂടി തന്നെ ക്രൈസ്തവ വോട്ടിനെ ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഏകീകരിപ്പിക്കാനുള്ള ശ്രമവും BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് കൃത്യമായ പഠിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം യഥാർത്ഥത്തിൽ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത് എത്രമാത്രം NDA എന്ന് പറയുന്ന മുന്നണിക്ക് ഈ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രസക്തമാണ് എന്നുള്ളതാണ്. അതായത് പരിശോധിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്ര കണ്ട് തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മുൻപേ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള, നല്ല പാരമ്പര്യം വന്ന, എല്ലാവർക്കും അറിയപ്പെടുന്ന ജനകീയനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും LDFിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് KK ശൈലജ ടീച്ചറാണെങ്കിലും രാധാകൃഷ്ണനാണെങ്കിലും. കാരണം CPMന് ഏറെ ഉറപ്പുള്ള 2 സ്ഥാനാർത്ഥികളെ തന്നെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത്. കാരണം രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ആലത്തൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കുക, രമ്യ ഹരിദാസിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ബൃഹത്തായ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. KK ശൈലജ ടീച്ചറാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി തന്നെ CPMന് ഉദ്ദേശമുണ്ട് വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് തന്നെ ജനകീയനായ, അത്ര കണ്ട് തന്നെ പാരമ്പര്യമുള്ള, അത്ര കണ്ട് തന്നെ മുതിർന്ന നേതാക്കളെ തന്നെയാണ് എല്ലാ മുന്നണികളും കളത്തിലിറക്കിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്.